ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. അപ്പം ഇന്ന് ജൂൺ 1 ഇന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞൊരു വീക്കായിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളും അതിനുള്ള കൂടെ വന്നതുകൊണ്ട് ഇതൊത്തിരി ലാഗായി. ഓൾറെഡി ഈ ഒരു ഗിവ് അവേ ഒത്തിരി ലേറ്റായിട്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. കാരണം ഇതിലെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെത്തിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനം എനിക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളതിൻ്റെ മുന്നേ നടത്തിയിട്ടുണ്ടായിരുന്ന ഗിവ് അവേൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളും ഷിപ്പിംഗ് ഇഷ്യൂ ഒക്കെ കാരണം ഒത്തിരി ലേറ്റായിട്ടാണ് നമുക്ക് പിന്നെ വിന്നേഴ്സിന് എത്തിക്കാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഞാൻ ഇന്ന് ബാക്ക് ടു സ്കൂൾ ഗിവ് അവേൻ്റെ വീഡിയോ ഇടണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ചു ഇത് എന്നാലും കുറച്ച് മുമ്പേ ഞാൻ അനൗൺസ് ചെയ്തതാണല്ലോ. പിന്നാണെങ്കിൽ നമ്മൾ ഇതിൽ കൊടുത്ത പല ഐറ്റംസും നമുക്ക് സ്കൂളിലേക്ക് യൂസ് ചെയ്യാൻ പറ്റി തന്നെയാണ്. അപ്പം വിചാരിച്ചു ആദ്യം ഈ വീഡിയോ തന്നെ ഇടാമെന്ന്. എന്ന് വിചാരിച്ച് ബാക്ക് ടു സ്കൂൾ ഗിവ് അവേ ഇല്ല എന്നല്ല, നമ്മളിപ്രാവശ്യവും ബാക്ക് ടു സ്കൂൾ ഗിവ് അവേ ചെയ്യും. അതിന് കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നത് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തിട്ട് കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ മന്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ഗിവ് അവേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനിതിൽ അൺബോക്സ് ചെയ്യാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോസ് എന്തായാലും കാണണം. പിന്നെ ഇതിൻ്റെ റൂളും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റിലേക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിതിൽ കാണിക്കുന്നത് ഇതുപോലെ ഒരു വിൻറ്റേജ് തീമിലൊക്കെ വരുന്ന ഒരു ജേർണൽ കിറ്റാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കിറ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല വേർത്ത് ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിറ്റാണ്. അപ്പോൾ ഞാൻ എപ്പോഴും കുറച്ച് അല്ലാത്ത കുറച്ച് കളേഴ്സ് പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെ ആണ് സെലക്ട് ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഒരു വിൻറ്റേജ് തീമിലൊക്കെ വരുന്നത് സെലക്ട് ചെയ്യാമെന്നുള്ളത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മുടെ ഒരു ഗ്രിഡ് നോട്ട്, ചെറിയൊരു നോട്ട്ബുക്കും ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു ഗിഫ്റ്റ് വന്നിട്ട് നമ്മളിതാ ഇതുപോലൊരു ബാഗാണ് കേട്ടോ. നല്ല പിൻട്രസ്റ്റി വൈബ് തന്നെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ക്രോഷ്യയിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു ടോട്ട് ബാഗാണ്. നല്ല അടിപൊളി. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മുതിർന്ന കുട്ടികൾക്കായിരിക്കും ഇത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആവാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡിസൈൻ എനിക്ക് കണ്ടപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓരോ ഐറ്റംസും ഞാൻ ഒറ്റയടിക്ക് വാങ്ങിയ ഐറ്റംസ് അല്ല കേട്ടോ. ഞാൻ മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് ഇങ്ങനെ ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് കാണുമ്പോൾ ഇത് നമുക്ക് ആ ഒരു സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് വാങ്ങിക്കാമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ച് വാങ്ങി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എൻ്റെ മിക്ക ഗിവ് അവേയും അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. എന്തെങ്കിലും ഒരു ഐറ്റംസ് കാണുമ്പോൾ അങ്ങക്ക് വേണ്ടിയിട്ട് വാങ്ങി വെക്കാം എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മളിതാ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു സ്ക്രഞ്ചീസിൻ്റെ സെറ്റ് കേട്ടോ. അത് ഇതിൻ്റെ കളേഴ്സ് ആണെങ്കിലും നല്ല അടിപൊളി പേസ്റ്റൽ കളേഴ്സിൽ തുലിപ്പിൻ്റെ ഒക്കെ ഒരു ഡിസൈനൊക്കെ ആണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ അടുത്തത് വീണ്ടും ഒരു ടോട്ട് ബാഗാണ്. ഇത് കുറച്ചും കൂടെ ട്രെൻഡായിട്ടുള്ളൊരു ടോട്ട് ബാഗാണ് കേട്ടോ. നമ്മൾ പല എന്താ പറയുക പിൻട്രസ്റ്റിലൊക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പം ഓരോരുത്തർ ഇട്ടിട്ടുള്ള ഒക്കെ ഒരു ബാഗായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ഒരു ടോട്ട് ബാഗാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ്. പിന്നെ അതിനോട് മാച്ച് ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു പെന്നിൻ്റെ സെറ്റാണ് കേട്ടോ. അത് റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പ് പെന്നാണ് വരുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇതിൻ്റെ ഒരു എൻഡിൽ ഇതുപോലെ കുഞ്ഞ് ഹേർട്ടുണ്ട്. അതിങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ പോകും കേട്ടോ. അപ്പം ഇതുപോലുള്ള പെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് പല കളേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടെ പിങ്കും വൈറ്റും ആ ഒരു ഷെയ്ഡ്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനും ഒക്കെ തന്നെയാണ് കേട്ടോ. നമ്മളിതിൻ്റെ യൂസ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ പെന്ന് ഡെസ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ പലർക്കും ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അതിൽ പെട്ടതാണിതും. അതായത് ഇതുപോലെ നമ്മുടെ സ്റ്റിക്കറിൻ്റെ അതുപോലെ വാഷി ടേപ്പിൻ്റെ ഒരു സെറ്റ് കേട്ടോ. നല്ല അടിപൊളി ഡിസൈൻസിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ എത്ര സ്റ്റിക്കേഴ്സ് ഉണ്ട് എന്നൊന്നും ഞാൻ എണ്ണി നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷേ അത്രയ്ക്കും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ഒത്തിരി കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ വാഷി ടേപ്സും ഒന്നും അല്ലാതെ നമ്മുടെ ടു ഡു ലിസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു പാഡും കാര്യങ്ങളും അതും ഉണ്ട്. പിന്നെ കുറേ ഇതുപോലെ ട്രാൻസ്പാരൻറ്റ് പോലുള്ള സ്റ്റിക്കേഴ്സും ഒത്തിരി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഡിസൈൻസിലുള്ള വാഷി ടേപ്സാണ്. അപ്പം ജേർണലിംഗ് ഒക്കെ ചെയ്യുന്ന
ചെയ്യുന്നവർക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും ഇത് കിട്ടുന്ന ആൾക്ക് അതൊരു വർത്ത് തന്നെ ആയിരിക്കും. ഒത്തിരി സ്റ്റിക്കേഴ്സാണ്, പല പല അടിപൊളി ഡിസൈൻസിലാണ്. ഇത് മിൽക്ക് ടീ ഷോപ്പ് എന്നാണ് ആ ഒരു ഡിസൈൻ അവർ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ പിങ്കും പേർപ്പിളും ഉണ്ടായിരുന്നു, ഞാൻ പേർപ്പിളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ അവിടെ ഷോപ്പ് പോയ സമയത്ത് അവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയി എടുത്ത് നോക്കി, ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഇത് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര, ഇതിപ്പോൾ യൂസ്ഫുൾ ആവുമെന്നൊന്നും അറിയില്ല, കാരണം അതൊരു പെന്നാ സംഭവം. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഒരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്ത് വാങ്ങിച്ചൊരൈറ്റമാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിച്ചത്. പിന്നെ വന്നിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ലുബ്നാസ് ക്ലൗഡ് ഡോട്ട് സ്റ്റോറിലെ നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള നമ്മുടെ പൈപ്പ് ക്ലീനറാണ്. നല്ല തിക്ക് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം നമ്മൾ UAE അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയുന്നില്ല, എന്നാലും നമ്മുടെ UAE ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്ത്യയിലും ഇത് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതും എനിക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ ഒത്തിരി സ്ഥലത്തു നിന്ന് സപ്ലൈസിൻ്റെ അടുത്തു നിന്ന് നമ്മൾ ക്വാളിറ്റി ചെക്കിംഗ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ തികഞ്ഞ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. പിന്നെ ആണെങ്കിൽ നമ്മുടെ പൈപ്പ് ക്ലീനേഴ്സ് നമ്മുടെ ഗിവ് എവേയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കമൻസും എനിക്ക് വരാറുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗിവ് എവേയിൽ നമ്മുടെ പ്രൊഡക്റ്റും കൂടെ ഇൻക്ലൂഡ് ആക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അതിൽ ഒത്തിരി നല്ല അടിപൊളി കളേഴ്സാണ് ഞാനിന്ന് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് ഇതുപോലെ 2 സെറ്റാണുള്ളത്, 2 പേർക്കുള്ളതാണ് കേട്ടോ. 2 പേർക്കാണോ ഒരാൾക്കാണോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതാ നമ്മുടെ അടുത്തൊരു സെറ്റും കാര്യങ്ങളും. ഈ ഒരു സെറ്റാണ് കേട്ടോ നമ്മളെ ഒരു ഇതിലുണ്ടാവുക, 2 100 പീസിൻ്റെ സെറ്റും, ഫ്ലോറൽ ടേപ്പ്, ഫ്ലോറൽ സ്റ്റെം, പിന്നെ ഫ്ലവർ സ്റ്റാമൻസും. അപ്പം ഇത്രയാണുള്ളത്. പിന്നെ അടുത്തൊരു 25 പീസിൻ്റെ ഒരു 6 കളറ് വരുന്നൊരു സെറ്റാണ് കേട്ടോ അടുത്തത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇതുപോലെ നമ്മുടെ ഫ്ലോറൽ സ്റ്റാമൻസും ടേപ്പും അതുപോലെ സ്റ്റെമ്മും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതും നമ്മുടെ ലുബ്നാസ് ക്ലൗഡ് ഡോട്ട് സ്റ്റോറിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഒരു പ്രൊഡക്റ്റാണ്, ഒരു സെറ്റാണ് കേട്ടോ അത്. അപ്പം അതും കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം നമ്മൾ കറൻ്റ്ലി ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മളിപ്പോൾ UAE മാത്രമാണ് ഉള്ളത്. പക്ഷേ സൂൺ നമ്മുടെ ഇന്ത്യയിലും ഇത് അവൈലബിൾ ആക്കും. ഇൻഷാ അല്ലാഹ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഫോളോ ചെയ്ത് ഇരിക്കാം കേട്ടോ. അപ്പം ഇനി നെക്സ്റ്റ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള നമ്മുടെ വാഷി ടേപ്സ് ഒത്തിരി എണ്ണ അതിലുള്ളത് കേട്ടോ. ഒത്തിരി വെറൈറ്റി ഡിസൈനിലുള്ള ഈ ഒരു സെറ്റാണ് അടുത്തതായിട്ട് വരുന്നത്. നല്ല അടിപൊളി ഡിസൈൻസ് തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ നമ്മൾ നമ്മുടെ സ്ക്രഞ്ചീസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു വെൽവെറ്റ് ടൈപ്പ് വരുന്നൊരു മെറ്റീരിയലാണ്. നേരത്തെ കാണിച്ചത് വേറൊരു ടൈപ്പ് മെറ്റീരിയലായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് ഈ ഒരു ക്ലോക്ക് നിങ്ങൾക്ക് പലർക്കും അറിയുണ്ടാവും, നമ്മുടെ ടേബിളിൻ്റെ മുകളിലുള്ളതാണ്. അപ്പം അതിൻ്റെ കൂടെയുള്ള ഒരു പെയറായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇത് ഞാൻ കുറേ കാലമായി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ അടുത്തൊരു ഗിഫ്റ്റ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിജിറ്റൽ ക്ലോക്കാണ് കേട്ടോ. ഇതിൽ അലാറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊരു മാനുവൽ ഉണ്ട്, അതിൽ നോക്കിയിട്ട് സെറ്റിങ്ങും കാര്യങ്ങളും ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇതാണ് അടുത്ത് വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ലുബ്നാസ് ക്ലൗഡ് ഡോട്ട് സ്റ്റോറിൽ വീണ്ടും ഒരു കിറ്റാണ് കേട്ടോ. ഇതൊരു ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ളൊരു കിറ്റാണ്. ഇതിപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു 4 ഫ്ലവറിൻ്റെ ആണ്. അതിൽ ജെർബറ ഫ്ലവറിൻ്റെതാണ് കേട്ടോ. 3 ഫ്ലവർ വരുന്നത്. 3 ഫ്ലവറാണ് നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുക. അതുപോലെ സ്റ്റെമ്മൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുള്ള 3 ഫ്ലവർ ആയിരിക്കും കേട്ടോ ഈ ഒരു കിറ്റിൽ. അപ്പം അതിൻ്റെ എല്ലാ മെറ്റീരിയൽസും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇതുപോലൊരു പെന്നിൻ്റെ ഒരു സെറ്റും കൂടെ ഉണ്ട്. അത് 6 കളറ് വരുന്ന പെന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ബണ്ണിൻ്റെ ഒക്കെ ഒരു ഡിസൈനായിട്ട്. പിന്നെ ഇതിപ്പം പ്രത്യേകിച്ച് സ്കൂളൊക്കെ പോകുന്നവർക്ക് അല്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു വാട്ടർ ബോട്ടിൽ കേട്ടോ, ഡ്രിങ്കിങ് ബോട്ടിൽ. ഇതിൽ നമുക്ക് അല്ലാതെ നമുക്ക് സിപ്പ് ചെയ്യാതെ അങ്ങനെയും കുടിക്കാൻ പറ്റും, അതല്ലാതെ ഇതിൽ സ്ട്രോയും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ സ്റ്റിക്കേഴ്സ് കൂടെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തൂടെ അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പേസ്റ്റുള്ള ഒരു റെയിൻബോ ഷെയ്ഡ്സ് വരുന്ന രീതിയിലൊരു കളേഴ്സിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ പോരാത്തതിന് ഇതിൽ മെഷർമെൻറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക്
അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇതുപോലൊരു കുഞ്ഞു ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇതെന്തിനാ വെച്ചാൽ നമുക്ക് ബുക്കിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് ആണ് ഇത് യൂസ് ചെയ്യുക. ഞാനത് സൈഡിൽ കൊടുക്കാം കേട്ടോ, അതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ കൂടെ ഇതുപോലെ 3 ബാറ്ററി അഡീഷണലി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബാറ്ററിയാണ് കേട്ടോ. ഇത് റീഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകമായിട്ട് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിത് ബുക്കിൻ്റെ മുകളിൽ ഇതുപോലെ ക്ലിപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ലൈറ്റ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഇതുപോലൊരു പെന്നും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു 6 കളറായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ കുറച്ച് മുമ്പ് വാങ്ങിച്ചായതുകൊണ്ട് നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. പിന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇതുപോലൊരു 3D ലെറ്റേഴ്സിൻ്റെ സ്റ്റിക്കേഴ്സാണ്. ഇതും ജേർണലൊക്കെ ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ നമുക്ക് എന്തെങ്കിലും DIY കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു പെൻ ഹോൾഡർ നിങ്ങൾക്ക് അറിയണ്ടാവും, ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതാണ് നമ്മളിതിൽ പിന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു നമ്മുടെ പേഴ്സും കാര്യങ്ങളുടെ ഈ ഒരു കിറ്റ് DIY കിറ്റ് ഞാൻ മുമ്പ് നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നു, നമ്മളൊരു DIY ചെയ്ത സമയത്ത്. അപ്പം അത് തന്നെ ഞാൻ സെയിം പിന്നെയും ഒരു ഷോപ്പിൽ പോയ സമയത്ത് കണ്ട സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. കാരണം അന്ന് ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് ഇത് എവിടുന്നാണ് വാങ്ങിച്ചേ എന്നുള്ളതൊക്കെ. അപ്പം ഞാനതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് 3D ടൈപ്പ് യൂണിക്കോൺ തീമിൽ വരുന്ന സ്റ്റിക്കേഴ്സാണ്. ഇതിലുള്ള ആ ഒരു ഫ്ലവർ പേഴ്സിൻ്റെ ആ ഒരു കിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഓർഗനൈസറും കൂടെയാണ് കേട്ടോ. നമുക്കിതുപോലെ പേഴ്സും അതുപോലെ എന്തെങ്കിലും റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗേൾസിനൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും എന്ന്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ 50K സബ്സ്ക്രൈബേഴ്സ് ഗിവ് അവേയിലേക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 10 പേർക്കാണ് ഞാനിത് തരാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ കുറച്ച് റൂളും കാര്യങ്ങളും ഉണ്ട്. വലിയ റൂളും കാര്യങ്ങളും ഒന്നുമല്ല. നമ്മുടെ ഈ ഒരു ലോങ് വീഡിയോ നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ. കാരണം ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമുള്ളൊരു ഗിവ് അവേ ആണ്. പിന്നെ ഈ ഓരോ 10 ഗിവ് അവേക്കും നമ്മൾ ഓരോ ഷോർട്സ് വീഡിയോ ആയിട്ടിടും. അപ്പോൾ ആ ഒരു വീഡിയോയും നിങ്ങൾ വാച്ച് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ്. അപ്പം നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് എന്തായാലും നമ്മുടെ വീഡിയോസ് എല്ലാം കാണുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ഗിവ് അവേയും നമ്മുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ ഇതിനെ വിന്നേഴ്സിന് അനൗൺസ് ചെയ്യുന്നതും ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോർട്സ് വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ അവിടെ എന്തായാലും എല്ലാവരും വാച്ച് ചെയ്യുക. അപ്പം അവിടെ വന്ന് ഇവിടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയും കൂടെ വാച്ച് ചെയ്യുക. പിന്നെ സീരിയസ് ആയിട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ഗിവ് അവേ ഒക്കെ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും ഉണ്ട് ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. ഇൻ കേസ് ഗിഫ്റ്റ് അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുക. ആ പരിപാടി വേണ്ട. അപ്പോൾ അങ്ങനെ നിൽക്കാനുള്ളവരാണോ അല്ലെങ്കിൽ അങ്ങനെ വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് കാണുകയും വേണ്ട, സബ്സ്ക്രൈബും ചെയ്യേണ്ട കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനലിന് അത് ഭയങ്കര കേടാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ അത്രയും കാലം നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഒരു ടോക്കൺ ഓഫ് ലവ് തന്നെയാണ്. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് കാണാം. താങ്ക്